الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി ശ്രദ്ധിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും സ്വർഗത്തിൽ ആദ്യവസരത്തിൽ പ്രവേശിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. വളരെ വേഗത്തിലാണ് ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസം കഴിയും തോറും പൊതുവെ ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു ആവേശക്കുറവ് എന്ന് പറയുന്നത്. റമളാനിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ആവേശം പലപ്പോഴും ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ പലപ്പോഴും ചുരുങ്ങി അവസാനത്തെ പത്തൊക്കെ എത്തുമ്പോഴേക്കും പെരുന്നാളിനെ സ്വീകരിക്കുവാനുള്ള ചില നെട്ടോട്ടങ്ങളിലേക്ക് ചുരുങ്ങുന്ന, അങ്ങാടികളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ചിലരെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഏതൊരു കർമ്മത്തിന്റെയും അവസാനം നോക്കിയിട്ടാണ് റഹ്മാനായ റബ്ബ്
നമ്മുടെ കർമ്മങ്ങൾ പരിഗണിക്കുക എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ പറഞ്ഞൊരു അടിസ്ഥാനം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് അവസാനം നോക്കിയിട്ടാണെന്നാണ്. അപ്പൊ റമളാനിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും റമളാന്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രതിഫലത്തിന്റെ ഊക്കൊക്കെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമളാൻ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ആവേശം കുറഞ്ഞു പോകുന്നുണ്ട് എനിക്ക് എന്ന് ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് എങ്കിൽ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പൊതുവെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹുവേ എന്റെ എല്ലാ കാര്യങ്ങളിലെയും പര്യവസാനത്തെ നീ നന്നാക്കണമെന്നാണ്. അപ്പൊ വിശുദ്ധ റമളാനിനെ എടുക്കുമ്പോൾ അതിന്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10ആണ്. ആ 10നെയും ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് നമുക്ക് കഴിയേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 വരുമ്പോൾ കാര്യമായി കൊണ്ട് ഒരുങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉമ്മ തന്നെ പ്രവാചകന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് ദഖലൽ അശറ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ആകുമ്പോൾ അരൊന്നിന് കെട്ടി ഉറക്കും, പിന്നെ ഒന്ന് ടൈറ്റാക്കി എടുത്ത് രാത്രിയെ ജീവിപ്പിക്കുമെന്നും അവിടുത്തെ വീട്ടുകാരെ പോലും വിളിച്ചുണർത്തുമെന്നും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു 10നുമില്ലാത്ത ശക്തമായ അധ്വാനവും പരിശ്രമമായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു ദിവസങ്ങളിലും പ്രവാചകൻ കാണിക്കാത്ത ആവേശവും പരിശ്രമവും ത്യാഗവും പിന്നെ കഠിനമായ പരിശ്രമങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ൽ പ്രത്യേകം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ എഴുത്തിക്കാതിരിക്കുകയായിരുന്നു പതിവ്. അവസാനത്തെ 10ലുണ്ടാകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ 1 പിറന്നു എന്ന് അറിയുമ്പോഴായിരുന്നു പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നത് എന്നാണ്. രാവും പകലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നു എന്നാണ് റമളാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസം പള്ളിയിലിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന അവസാനത്തെ റമളാനിൽ അല്ലാഹുവിന്റെ റസൂൽ 20 ദിവസവും ഇഅ്തികാഫിരുന്നു എന്നാണ്. എന്തിനാണ് ഈ 10 20 ദിവസമൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചതെന്ന് അറിയോ? ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു നിർണായകമായ ഒരു രാത്രിയുടെ പോരിശ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. 10 ദിവസത്തെ അധ്വാനം എന്തിനാ? അതിൽ ഏതോ ഒരു രാത്രിക്കൊരു പോരിശുണ്ട്, എല്ലാ ദിവസത്തിനല്ല, ഫുൾ പകലിനല്ല. ഒരു രാത്രി, ഒരു മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ള ഒരു സമയമുണ്ട്. അത് ഏതിലാന്ന് പറയാൻ പറ്റൂല. ആ ദിവസം, ആ രാത്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട ദിവസങ്ങളൊക്കെയും അധ്വാനിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. എങ്കിൽ ഏതാണ് ആ രാത്രി? ആ രാത്രിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈലത്തുൽ ഖദർ എന്നാണ് പറയാം. ലൈലത്തുൽ ഖദർ നിർണയത്തിന്റെ രാത്രി എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് നിർണയിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വഹിയ ലൈലത്തുൽ ഹുക്മില്ലതി യഖ്ലില്ലാഹു ഫീഹാ ഖലാ അസ്സന. അഥവാ ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും അടുത്തൊരു വർഷം ഈ ഭൂമി ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് രേഖ കൈമാറുന്ന ദിവസമാണെന്നാണ്. ഖദറാക്കുക, ഓരോരുത്തരുടെയും ആയുസ്സും അവരുടെ റിസ്കും അവരുടെ ഉപജീവന മാർഗങ്ങളും വ്യക്തികളും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളിലും എന്തൊക്കെ അടുത്തൊരു ലൈലത്തുൽ ഖദറിന്റെ ഉള്ളിൽ സംഭവിക്കും എന്ന കൃത്യമായ രേഖ മലക്കുകൾക്ക് കൈമാറുന്ന രംഗമാണ് അത് എന്നാണ് ഖദർ എന്ന് പറഞ്ഞാലുള്ള ആ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്ന് പിന്നെ ഭൂമി ലോകത്തെ മണൽത്തരികളോളം വരുന്ന മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ രാത്രിയുടെ പ്രത്യേകതയായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു അല്ലേ? സൂറത്തുൽ ഖദർ നമ്മൾ പറഞ്ഞില്ലേ, മാ ദുറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഹൃദ്യസ്ഥമായ സൂറത്താണ്. അതിലെ റബ്ബ് പറയാണ് അന്നത്തെ രാത്രിയുടെ പ്രത്യേകത, മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. തനസ്സലുൽ മലായിക,
ആ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഭൂമിയിലെ മണൽത്തരികളോളം വരുന്ന അസംഖ്യം വരുന്ന മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. കൂടെ റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്കുകളുടെ നേതാവായി ജിബ്രീൽ ഉണ്ടാവുന്നതാണ്. അവരെല്ലാരും ഇറങ്ങി വരികയാണ്. എന്തിനാ ഇറങ്ങി വരുന്നത്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പിറ്റേ ദിവസം ഫജ്ർ ആകുന്നത് വരെ ഒരു സമാധാനത്തിന്റെ അവസ്ഥയായിരിക്കും എല്ലായിടത്തും ഉണ്ടാകാനാണ്. എന്ന് പറഞ്ഞാൽ അവർ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ രാത്രിയിൽ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വരുന്നത്. അനുചോദ്യങ്ങളെ സ്വസ്ഥതക്കും സമാധാനത്തിനും സ്വർഗത്തിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നരകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവരാ വരുന്നത്. അന്നത്തെ ദിവസത്തിൽ രംഗാലോചിങ്ങളെ മറ്റു യാത്രയുമില്ലാത്ത അത്രയും മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്ന്. റഹ്മാനായ റബ്ബ് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മലക്കുകളുടെ നേതാവായി ജിബ്രീലും ഉണ്ട് അവിടെ. അന്ന് സ്വർഗം കിനാവ് കണ്ട് രാത്രിയിൽ ഉറക്കം മിളച്ച് അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ഉണർന്നിരിക്കുന്ന ഒരു അപൂർവമായ നിമിഷമാണ്. റഹ്മാനായ റബ്ബും മലക്കുകളും മലക്കുകളുടെ നേതാവും വിശ്വാസികളും ഉണർന്നിരിക്കുന്ന വല്ലാത്തൊരു സംഭവമാണത്. ആ രാത്രിക്ക് അത്രയേറെ പോരിശുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്നത്തെ ദിവസം നമുക്കൊരിക്കലും മിസ്സാകാൻ പാടില്ല. അന്നത്തെ ദിവസം നമുക്കൊരിക്കലും അശ്രദ്ധയിലാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലഹ്. അഥവാ അന്നത്തെ ആ രാത്രിയുടെ ഭാഗ്യമെങ്ങാനും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻക്ക് എല്ലാ ഭാഗ്യം തടയപ്പെട്ടവരാണെന്നാണ്. കാരണം ഒറ്റ രാത്രി കൊണ്ട് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്ത്? ഫദറക്കമാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞു. 1000 മാസത്തേക്കാൾ പോരിശാണ്. ഏകദേശം 1083 വർഷം നമ്മൾ ഇബാദത്തിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ എന്തൊരു കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. ആ കൂലി പ്രിയപ്പെട്ടവരെ ആ ഒരൊറ്റ രാത്രിക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്നതാണ്. ആകെ ഒരു 10-12 മണിക്കൂറാണ് നമ്മളൊന്ന് പണിക്കേണ്ടി വരിക, അല്ലേ? അല്ലെങ്കിൽ വളരെ ചെറിയൊരു സമയമാണ് നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരിക. പക്ഷെ ആ ഒരു രാത്രി കൊണ്ട് നമ്മുടെ ആയുസ്, ഇതുവരെയുള്ള ആയുസ് മുഴുവനും നഷ്ടപ്പെടുത്തി എന്ന ഖേദമായിക്കൊണ്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ സുഹൃത്തേ? അവൻക്ക് ആ പുരുഷായുസ് മുഴുവനും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വല്ലാത്തൊരവസരമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്നത്. ഒരു പുരുഷായുസ് മുഴുവനും ഇബാദത്തിന് വേണ്ടി കൊടുത്താൽ പോലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അപ്പുറത്താണ് ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. ഇത് എല്ലാ റമദാനുകളും ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യനിക്ക് എത്ര കൂലുണ്ടാവും. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് നൽകുന്നത്. ഇത് അല്ലാഹു നമുക്ക് നൽകിയ വല്ലാത്തൊരു കരുണയുടെ ഭാഗമാണ്. കാരണം എന്താ അറിയുന്നത്? ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യമാണ് ലൈലത്തുൽ ഖദ്ർ. ഇതുവരെ സംഭവിച്ച എല്ലാ അനർത്ഥങ്ങളും റഹ്മാനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഒരു നല്ലൊരു പുതിയ മനുഷ്യനായിക്കൊണ്ട് രൂപാന്തരം പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ അവസരം നമ്മുടെ മുമ്പിൽ ഇനി വരാനില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്തിനെല്ലാം വേണ്ടി ദുനിയാവിൽ നമ്മൾ രാത്രിയിൽ ഉറക്കം ഒഴിച്ചിട്ടുണ്ട്, അല്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി എത്രയാണ് നമ്മളൊക്കെ ഉറക്കം ഒഴിച്ചിട്ടുള്ളത്? ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്വസ്ഥവും സമാധാനവുമായ ഒരു മരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള ബർസഖ് ജീവിതം സ്വർഗ പൂങ്കാവനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഏത് സമയത്തും റഹ്മാനായ റബ്ബ് തിരിച്ചു വിളിക്കുമ്പോ നല്ല ചില സമ്പാദ്യങ്ങളുമായി കൊണ്ട്, നല്ല ചില ഖൈറാത്തുകളുടെ പാതേയങ്ങളുമായി കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളതാണ് ഈ രാത്രി. ആ ഒരു രാത്രി ഈ 10 ദിവസത്തിൽ ഏതോ ഒരു രാത്രിയിലാണ്. ഏതാ നമുക്ക് പറയാൻ പറ്റില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒറ്റയിട്ട് രാവിലെ നിങ്ങളത് അന്വേഷിച്ചു. ഒന്ന് ഒറ്റയിട്ട് രാവിലെ മാത്രമാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിന് ഏറെക്കുറെ സാധ്യതകളുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തി എന്താ? 10 ദിവസവും ഇരുന്നു എന്നാണ്. 10 ദിവസവും അതിനെ പ്രതീക്ഷിച്ചു എന്നാണ്. ഈ 10 ദിവസവും നമുക്ക് ഫുൾ ടൈം പള്ളിയിരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവാം,
അവരെന്ത് ചെയ്താൽ മതി? അവർ രാത്രിയെങ്കിലും ഹയാത്താക്കുക. ഒരു മഗ്രിബിന് പള്ളി കയറി സുബഹിക്ക് ഇറങ്ങുന്ന രൂപം കാണുക, അല്ലേ? ഇനി അതിന് കഴിയാത്ത ആളുകൾ ഒറ്റ രാവിലെയെങ്കിലും വരിക. അതുകൊണ്ട് സുഹൃത്ത്, രാത്രിയെങ്കിലും ഞാൻ ഹയാത്താക്കും എങ്ങനെയെങ്കിലും എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഇനി പള്ളിയിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും, ജോലി സംബന്ധമായിട്ട് മറ്റൊക്കെ. പരമാവധി പള്ളിയിൽ തന്നെയാണ് നമ്മൾ കൂടേണ്ടത്. പള്ളിയാണ് അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. കാരണം പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനകൾക്ക് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു ഏരിയയാണ്. അവിടെ വെച്ച് കച്ചവടം പോലും പാടില്ല എന്നാണ്, ഭൗതികപരമായിട്ടുള്ള സംസാരങ്ങൾ പോലും പാടില്ല എന്നാണ്. ഇന്നൽ മസാജിദിലില്ല, പള്ളികൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ്, അല്ലെ? എങ്കിൽ അള്ളാഹുവിന്റെ അടിയാന്മാരായി, അവന്റെ അതിഥികളായി റഹ്മാനായ റബ്ബിന്റെ അരികിൽ വന്നിരിക്കാൻ ഏറ്റവും നല്ല ഇടമെന്ന് പറഞ്ഞു അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹ് മസാജിദുഹാ, ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമെന്ന് പറഞ്ഞു പള്ളികളാണ്. അപ്പോ പള്ളികൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അതിന് കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ വെച്ച് നമ്മൾ ആരാധനകൾ പെരുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദറിന്റെ പോരിശ കിട്ടാൻ പള്ളിയിൽ വന്ന് എത്തിക്കാത്തിരുന്നവർക്ക് മാത്രമേ കിട്ടൂ എന്നൊരു ഷർത്ത് എവിടെയും നമുക്ക് കാണാൻ പറ്റൂല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് പള്ളിയിലാണ്. പക്ഷെ നമുക്ക് സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടാവും, മാസമുറയുള്ള മെൻസസും ഒക്കെ ആയിക്കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അവർക്ക് യാതൊരുവിധ പേടിയും വേണ്ട. അവർക്ക് എന്താക്കും? വീട്ടിലിരിക്കാം, നിസ്കാരം നോമ്പേ പറ്റാത്തുള്ളൂ, വിശുദ്ധ ഖുർആൻ പിടിക്കാനേ പറ്റാത്തുള്ളൂ, ഓതാൻ പ്രശ്നമില്ല, ബാക്കിയുള്ള നന്മകൾ പെരുപ്പിക്കാൻ യാതൊരുവിധ പ്രയാസമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾക്കും ലൈലത്തുൽ ഖദറിന് പോരിശകളുണ്ട്. പക്ഷെ എന്തു വേണം? കഴിവിന്റെ പരമാവധി ആ മഗ്രിബ് മുതൽ അവിടെ നമ്മുടെ സുബഹികളുടെ സമയം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താതിരിക്കണം. ശക്തമായൊരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുന്ന. ഒരു പക്ഷേ ഇതുവരെയുള്ള സമയങ്ങളിൽ നോമ്പ് തുറക്കുന്നത് വരെ സോഷ്യൽ മീഡിയ ഒക്കെ കൺട്രോൾ ചെയ്ത് നോമ്പ് തുറന്നപ്പോ കുറച്ചൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ഈ റമളാനത്തെ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ് രാത്രി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും കൂടുതൽ പോരിശയുള്ള സമയം, റമളാനിൽ ഏറ്റവും കൂടുതൽ പോരിശയുള്ള സമയം അവസാനത്തെ 10 രാത്രികളാണ്. കാരണം ഏത് ദിവസവും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസങ്ങളായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നന്നായിക്കൊണ്ട് എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട്. ഒന്ന്, നിസ്കാരം തന്നെയാണ്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിന്റെ മുൻപിലുള്ള ഒരു മുനാജാത്താണ്, ഒരു രഹസ്യ സംഭാഷണമാണ്. അതുകൊണ്ട് ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ കഴിയുമോ? അല്ലെ, തറാവീഹ് സാധാരണ നിസ്കാരം കഴിഞ്ഞൊരു മണിക്കൂറൊക്കെ എടുത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ടാവും. അതിനേക്കാൾ പോരിശ രാത്രി കുറച്ചൊന്ന് ഒരു മധ്യസമയത്ത് ഒരു കുറച്ചുകൂടി സമയമെടുത്ത് നീണ്ട് ഒരുപാട് തവണ ഓതി അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നന്നാവുക ഖിയാമുൽ ലൈൽ. സുഹൃത്തുക്കൾ, അതിന് അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പരമാവധി സമയം നമ്മൾ നിസ്കാരത്തിലാകാന്നുള്ളതാണ്. റബ്ബിന്റെ മുൻപിൽ പോയി നിൽക്കുക, നമ്മൾ കയ്യും കെട്ടിയിട്ട്. ഇതുവരെ നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തെക്കാൾ വലിയ ഒരു കൺകുർമ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഉണ്ടാക്കണം. നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്തുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ്. അവന്റെ മുൻകാല പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും എന്ന് തന്നെയാണ് ഹദീസിലെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ലൈലത്തുൽ ഖദറും അവന്റെ നിസ്കാരമായിട്ട് പ്രാർത്ഥനയൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുദീർഘമായി നിസ്കരിക്കാൻ കഴിവുള്ളവർ അങ്ങനെ തന്നെ നിർവഹിക്കണം. സുദീർഘമായ റുക്കൂകളും സുദീർഘമായ സുജൂദുകളും പ്രാർത്ഥനകളുമായി കൊണ്ട് ആ രാത്രികളെ നല്ലൊരു ശതമാനം നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കാൻ പറ്റുമോ? ഒക്കെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. റസൂലേ, ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി ഫബിമ അദ്ഉ. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദ്റിന് അടുത്ത് വരുന്നു എന്ന് എനിക്ക് തോന്നുന്ന സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യം ചോദിച്ചു. കാരണം ഈ കണ്ട മലക്കുകളും റഹ്മാനായ റബ്ബും ജിബ്രീലും എല്ലാം നമുക്ക് വേണ്ടി സന്നദ്ധനായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ വെക്കേണ്ട ആവശ്യം എന്താണ് റസൂലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആയിഷ നീ ഇങ്ങനെ പറഞ്ഞു എന്നൊരു ചെറിയ പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. വളരെ
വിശാലമായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. പടച്ചോനെ, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. നിന്നോടൊരു അടിമ വന്ന് പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് നിന്നോട് കൈകൾ ഉയർത്തി പറയുന്നത് നീ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ സാധുവിന് നീ പുറത്തു തരണേ എന്നാണ്. കാരണം എന്തിനാ സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്ത് സ്വർഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. സ്വർഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു വരൂ, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കൂ എന്ന് പറയുന്ന മുൻപ് റഹ്മാനായ പറഞ്ഞത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുന്നതാണ്. കാരണം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടാവുന്നതാണ് സ്വർഗം. ഒരു പാപം അവശേഷിക്കുന്നുണ്ടോ, അതിന് റഹ്മാനായ റബ്ബ് ഒരു ശിക്ഷ നീ ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞാൽ അതുപോലും സുഹൃത്തുക്കളെ നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ ജംറത്തുൻ തൂനഉ ഫീ അഖ്മസി ഖദമൈഹി യഗ്ലി മിൻഹാ ദിമാഉഹു. ഒരു തെറ്റിന് നീ ഒരു തവണ ഒരു സെക്കൻഡ് നീ ഒരു ചെറിയ ശിക്ഷ നീ അനുഭവിക്കണമെന്നെങ്ങാനും പടച്ചറബിനോട് പറഞ്ഞാൽ ആ ശിക്ഷ എവിടെയിട്ടായിരിക്കും? നരകത്തിലിട്ടാവൂലേ? നരകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു തീക്കനൽ അവന്റെ കാലിന്റെ പള്ളഭാഗത്ത് കൊണ്ടുപോയി വെക്കുമെന്നും അത് വെക്കുമ്പോഴേക്കും അവന്റെ തലച്ചോറ് തിളച്ചുമറിയുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ മാത്രം ഭയാനകമാണ് യഥാർത്ഥത്തിൽ നരകം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാനിലെ അവസാനത്തെ 10 നമ്മുടെ അവസാനത്തെ ചാൻസുകളാണ്. എന്തിന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കത്തിയാളുന്ന നരകത്തിൽ ഞാനും നിങ്ങളും പോയി പതിക്കുന്ന ഒട്ടനേകം ചെയ്തികൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ട് സഹോദര. അത് മുഴുവൻ കഴുകി കളഞ്ഞ് അവസാനത്തെ ദിവസവും ജീവിക്കാൻ ഭാഗ്യം റബ്ബ് നമുക്ക് നൽകുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മളിങ്ങനെ പെരുന്നാളിന് വരുമ്പോൾ ആ എല്ലാവിധ തെറ്റുകളും കഴുകി കളഞ്ഞൊരു പ്രതീതിയോടുകൂടെ വരാൻ നമുക്ക് കഴിയണം. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് ഈ അവസാനത്തെ സമയങ്ങൾ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ്. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ വിളി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്നാണ്. സ്വന്തത്തോട് ഒരുപാട് തെറ്റുകൾ അരുതായ്മകൾ ചെയ്ത എന്റെ അടിമകളെ എന്നാണ് വിളിച്ചത്. ആലോചിച്ചോക്കിങ്ങളെ, തെറ്റുകൾ എമ്പാടും ചെയ്തിട്ടുണ്ടെന്ന് റബ്ബിനെ അറിയാം. ആ മനുഷ്യനെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും അല്ലയോ കുറ്റവാളികളെ, അല്ലയോ താന്തോന്നികളെ, അല്ലയോ എന്ന ആ രൂപത്തിലൊന്നും പറയാതെ എന്റെ അടിമയെന്ന് പറഞ്ഞു. ആലോചിച്ചോക്കിങ്ങൾ, തെറ്റുകൾ ചെയ്തവനെ പോലും റഹ്മാനായ റബ്ബ് വിളിക്കുകയാണ്. ആ വിളിയിൽ പോലും ഒരു കാരുണ്യമുണ്ട്, ആ വിളിയിൽ പോലും ഒരു അലിവുണ്ട്. കാരണം റഹ്മാനായ റബ്ബ് എത്ര വലിയ പാപങ്ങളും പുറത്തു തരുന്ന ഗഫൂറാണ്. എത്ര വലിയ പാപങ്ങളും പുറത്തു തരുന്ന എന്ന അർത്ഥമാണ് ഗഫൂർ എന്നതിനുള്ളത്. എത്ര അധികരിച്ച പാപങ്ങളും പുറത്തു തരുന്ന ഗഫാറുമാണ് റബ്ബ്. ആ റബ്ബാണ് വിളിക്കുന്നത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. ഞാൻ നൽകുന്ന കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ ഒരിക്കലും പിന്നെ ഒരു ഉള്ളിലൊരു സങ്കടം വെച്ച് പുലർത്തേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്തു വേണം? റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങൾ അടുക്കണം എന്നാണ്, എന്നോട് തൗബ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിഷ്കളങ്കമായി നിഷ്കപടമായി റഹ്മാനായ റബ്ബിനോട് തൗബയിലേക്ക് നമുക്ക് കഴിയണം. അതിനുള്ളതാണ് ആ വാക്കുകളൊക്കെ. അങ്ങനെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇത്രയും വലിയ അവസരം കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് ഈ റമളാൻ കടന്നു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ അടുത്തൊരവസരം നമുക്ക് ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ടാണ് അവനെ റഹ്മാനായ റബ്ബ് അവന്റെ കരുണയിൽ നിന്നും അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചതും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായിരുന്നാലും നിസ്കാരവും പ്രാർത്ഥനയും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വിശുദ്ധ ഖുർആന്റെ പാരായണവും അദ്കാറുകളും നന്മ കേൾക്കലും പറയലുമൊക്കെയായി നമുക്ക് നന്മയാണെന്ന് ഉറപ്പുള്ള എന്തെല്ലാം കാര്യങ്ങൾ സ്വതക്ക, പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് സ്വതക്കകൾ. ഇവിടുത്തെ എത്ര എമൗണ്ട് ഒരു 10 ഗുണനെ ഭാഗിച്ചുകൊണ്ട് ഓരോ ദിവസം ഓരോന്ന് കൊടുത്തോളും. ഏത് ദിവസത്തിലാണ് എഴുത്തുകതെന്ന് പറയാൻ പറ്റില്ല. എന്തൊരു ഇബാദത്താണ് നമ്മൾ ചെയ്യുന്നത്, അതിന് മുഴുവനും 83 വർഷം
വർഷത്തേക്ക് റഹ്മാനായ റബ്ബിനെ കൺവേർട്ട് ചെയ്ത് തരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുങ്ങി തയ്യാറാവുക. നല്ല നിലക്ക് ഒരു നെയ്യത്തിപ്പ് ഉണ്ടായിക്കോട്ടെ. നമ്മൾ റമളാൻ വരുന്നതിന്റെ മുൻപ് റമളാനിലേക്ക് എന്നെ ബാക്കിയാക്കണം നമ്മൾ സുഹൃത്തുക്കളെ പ്രാർത്ഥിച്ചില്ലേ? അതേപോലെ അവസാനത്തെ 10 പടച്ചോനെ വരുന്നു. ആ 10ലേക്ക് നീ എന്നെ ബാക്കിയാക്കുക മാത്രമല്ല, ഈ പറയപ്പെട്ട പോരിശകളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ആ ബുധനാഴ്ച മുതൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മഗ്രിബോട് കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ മുതൽ വളരെ ഗൗരവത്തിൽ സജീവമായ ശ്രദ്ധ ഉണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചോളൂ സുഹൃത്തുക്കളെ. ഇത് അവസാനത്തെ അവസരങ്ങളാണ് എന്ന് തന്നെ നമ്മൾ കരുതി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നന്മകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഈ പരിശുദ്ധ റമദാനിൽ പോലും പിശാചിനേറെ ഇഷ്ടമുള്ള, അവനെ ഏറെ തൃപ്തിപ്പെടുത്തുന്ന ബിദ്അത്തുകൾ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിൽ വരുന്ന മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ചെയ്യാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമദാൻ 17-ന് ബദരീങ്ങളുടെ ആണ്ടു എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളത്. സുഹൃത്തുക്കൾ, ഇത് പറയുമ്പോൾ ഒരു കുറ്റപ്പെടുത്തുകയാണെന്ന് ആരും കരുതേണ്ടതില്ല. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൂലി കിട്ടും എന്ന് കരുതി എന്തെങ്കിലും ചെയ്യുക എന്നതല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെയ്യുന്നത് മുഴുവനും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉണ്ടാകേണ്ടല്ലേ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതം പടച്ചറപ്പ് തന്നിട്ടുള്ളത് നല്ല പ്രവർത്തനം, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അഹ്സൻ എന്താ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെ വിശദീകരിച്ചു. അസ്വബാവുക എന്നുള്ളതാണ്, ഏറ്റവും ശരിയായ മാർഗത്തിലാവുക. അത് ആര് പറഞ്ഞു തരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. പിന്നെയോ അത് അഖ്ലസ് ആവുക എന്നുള്ളതാണ്, അഥവാ നല്ല ഈ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം കഴിഞ്ഞ് ഏകദേശം 9 വർഷത്തോളം ജീവിച്ചു. ഖുലഫാകൾ 30 വർഷത്തോളം ജീവിച്ചു. അവസാനത്തെ സ്വഹാബി ഏകദേശം ഹിജറ 110-ലാണ് മരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ എവിടെയും ഒരു ബദരീങ്ങളുടെ ആണ്ട് എന്ന നിലക്ക് ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു വർഷം വന്നപ്പോ ഇല്ല, അവരാരും അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയോ അവിടുത്തെ ചെയ്തിയോ ഒന്നുമില്ലാത്തൊരു ഏർപ്പാട് ദീനിൽ അതൊരു പുണ്യം കിട്ടുന്ന ഏർപ്പാടാണെന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. ആ ബിദ്അത്ത് ചെയ്യുന്നത് പിശാചിനേറെ ഇഷ്ടമാണ്. കാരണം കൂലി കിട്ടും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും തൗബ ചെയ്യാൻ ഗ്യാപ്പില്ല. തൗബ ചെയ്യാൻ അതിൽ നിന്ന് അവനക്കൊരു സാഹചര്യം ഉണ്ടാവൂല. മരുന്ന് മാറിക്കുടിക്കുന്നവനെ പോലെ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് കൃത്യമായി കൊണ്ട് പഠിച്ചവരാണ് നമ്മൾ. ഈ നോമ്പൊക്കെ നോറ്റും ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് ഈ ദിവസത്തിൽ കിട്ടേണ്ട അറിവ് കിട്ടാത്തതിന്റെ പേരിൽ ഇതൊക്കെ ചെയ്തിട്ട് നരകം പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ബദർ യുദ്ധം എന്തിനാണ് ഉണ്ടായത്? ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താണ്? യൗമുൽ ഫുർഖാൻ എന്നാണ്. യൗമുൽ ഫുർഖാൻ എന്താ? ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിച്ചെന്നാണ്. എന്തിനെയാണ് ബദർ യുദ്ധത്തിൽ വേർതിരിക്കാൻ നമുക്ക് കഴിയുന്നത്? ശിർക്കും തൗഹീദും എന്താണെന്ന് കൃത്യമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ദിവസമാണ് ബദർ എന്ന് പറയുന്നത്, അല്ലെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ ഒരു ഭാഗത്ത്, അവരുടെ പ്രത്യേകത എന്താ? അവർ റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പറഞ്ഞ ആളുകളാണ്, അല്ലെ? ഒരു ഭൗതികതയുടെ പേരിലല്ലല്ലോ ബദർ നടന്നത്, അല്ല, ആദർശ പോരാട്ടമായിരുന്നു ബദർ. അപ്പുറത്തുള്ള അബൂജഹലും ടീമോ ഓരെന്താ വിചാരിച്ചിരുന്നത്? അല്ലല്ലാന്നാണോ? അല്ല. മഴ പെയ്യിപ്പിക്കണം അന്നല്ലാന്നാണോ? അല്ല. അവരൊക്കെ മഴ പെയ്യിപ്പിക്കുന്നതും ലോകം നിന്നൊക്കെ റബ്ബാണെന്ന് വിശദീകരിച്ചവർ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാൻ ചില മധ്യവർത്തികളെ സ്വീകരിക്കണം. അത് പറ്റൂല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട അങ്കലാപ്പുകളെല്ലാം ഉണ്ടായത്. അങ്ങനത്തെ ഒരു മധ്യവർത്തി വേണ്ടതില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ബദർ ഉണ്ടായത് അതിനാണ്. ശരിക്കെന്താണ് ശിർക്ക് തൗഹീദ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ്, അല്ലെ?
അള്ളാഹുവിനെ അങ്ങ് ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല, ഇടയിൽ ഒരു ഇടയാളന്മാര് വേണമെന്ന് ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുകയും അത് പിന്നീട് ഒരു കച്ചവട മാർഗമാക്കി മാറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. സുഹൃത്തുക്കളെ, അറിഞ്ഞോ അറിയാതെയോ തലവെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൗതിക ലോകത്തിലും ചില നഷ്ടങ്ങളുണ്ട്, പരലോകത്ത് ഏതായിരുന്നാലും നമ്മുടെ ആശയം ചോർന്നു പോകും, നരകമായിരിക്കും നമ്മൾ സമ്പാദിക്കേണ്ടി വരിക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ബുദ്ധി ആരുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയി പണയം വെക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ബദറുണ്ടായത്. പക്ഷേ ആ ബദരീങ്ങളെ തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കുന്ന ആളുകളെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അപകടം ഉണ്ടാകുമ്പോഴേക്കും ബദരീങ്ങളെ എന്ന് വിളിക്കുന്നു. എന്താണ് ഇപ്പൊ അതിന്റെ ഒരു അവസാനം ചോദിക്കുന്നത്? ബദരീങ്ങളെ വിളിക്കുന്നത് എന്താ? മൺപറഞ്ഞു പോയ ബദരീങ്ങൾ ഇത് കാണും, ഇത് അറിയും, ഇത് എന്നെ സഹായിക്കുമെന്നല്ലേ? ഒരു കണ്ണിന്റെ ഒരു പരിധിക്കപ്പുറത്തുള്ളത് കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും സഹായിക്കാനും കഴിയുക എന്നതല്ലേ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം അല്ലേ സുഹൃത്തുക്കളെ? റഹ്മാനായ റബ്ബിന് മാത്രമേ ആ ഒരു പരിധിയുള്ളൂ. റഹ്മാനായ റബ്ബിന് മാത്രമേ അങ്ങനെ പരിധിക്കപ്പുറത്തുള്ളത് കാണാനും അറിയാനും ഒക്കെ കഴിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഈ ബദരീങ്ങൾക്ക് തന്നെ ഉണ്ടായ കുറെ കുറവുകൾ നമുക്ക് കാണാൻ കഴിയും. ഉഹുദിന്റെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. മഹാനായ ബദരീങ്ങളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു ശക്തമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാത്രം വകവരുത്താൻ വേണ്ടി വഹ്ശി ആ തൊട്ടപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നതാണ് സത്യം അല്ലേ? വഹ്ശി കൊലപ്പെടുത്തി. ബദരീങ്ങളുടെ നേതാവാണ്, സ്വന്തം ജീവൻ അപായപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞില്ല. ബദരീങ്ങളുടെ മറ്റേ നേതാവാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മെഹ്റാബിൽ സുബ്ഹിക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് ശത്രു വന്നിട്ട് കുത്തുന്നത്. കടാരം കൊണ്ട് കുത്തിയിട്ട് അടിവയറ്റിനേറ്റ പ്രഹരം കൊണ്ടാണ്, കുത്തുകൊണ്ടാണ് അവിടുന്ന് വഫാത്താകുന്നത്. വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം പോലും പുറത്തേക്ക് ചാടിപ്പോകുമാറുള്ള അഗാധമായ കുത്ത് കിട്ടിയത് അറിഞ്ഞില്ല അല്ലേ? അതുവരെ ശത്രു തന്റെ പിന്നിലുണ്ടെന്ന കാര്യം അറിഞ്ഞില്ല സുഹൃത്തുക്കൾ. കാരണം എന്താ പറയുന്നത്? ഒരു പരിധിക്കപ്പുറത്തുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും കഴിഞ്ഞിട്ടില്ല. ബദരീങ്ങളുടെ ഏറ്റവും വലിയ നേതാവാര മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? ശത്രുക്കൾ കുഴിച്ചു വെച്ച കുഴിയിൽ പ്രവാചകൻ വീണു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾക്ക് പരിക്കേറ്റു. അവിടുത്തെ ഭൂമേനയിൽ പ്രയാസങ്ങളുണ്ടായി. എന്തേ സുഹൃത്തുക്കളെ? കാലെടുത്ത് വെക്കുന്ന ഒരു സെക്കൻഡ് അപ്പുറത്തുള്ള അദൃശ്യം അറിയാനുള്ള കഴിവ് റഹ്മാനായ റബ്ബിനല്ലാതെ വേറെ ആർക്കും ഇല്ല എന്നതിന് നേർചിത്രമാണ് അത് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ആ ബദരീങ്ങളെയാണ് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ പോയത്തരം വേറെ എന്താ സുഹൃത്തുക്കളെ? അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാതിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ ബദരീങ്ങളുടെയൊക്കെ പേരിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണം, ചൊല്ലിപ്പറയുന്ന മാലകളും. ഇപ്പൊ ഈ ബദരീങ്ങളുടെ ആണ്ടെന്ന് പറഞ്ഞ 17 ചൊല്ലിപ്പറയുന്ന ഓരോ വരികളും എന്തൊക്കെയുള്ള അറിയുമ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേര് ചൊല്ലിയാലും അത് രോഗം മാറുന്നതാണ്. അതേ ബദരീങ്ങളിൽപ്പെട്ട കുറെ ആളുകൾ പ്ലാഗ് വന്നിട്ട് മരിച്ചിട്ടുള്ളത്. ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് ഇങ്ങനെ താളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം നീങ്ങും എന്നൊക്കെ പറയുന്ന വരികൾ നമുക്ക് കാണാൻ പറ്റും. ആ ബദരീങ്ങളുടെ നേതാവായ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തിന്റെ കയ്പനീര് അനുഭവിച്ചാണ് മരിക്കുന്നത്. കടക്കാരനായിക്കൊണ്ടാണ് മരിച്ചിട്ടുള്ളത്. അനുചോദ്യങ്ങള് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരുന്ന ബദരീങ്ങളൊന്നുവേ ഇന്ന് പിന്നെ ആളുകളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ബദരീങ്ങൾ റേ ആണെന്ന് നമ്മൾ എന്താക്കുക മനസ്സിലാക്കുക. രണ്ടാണ്. അതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്നും മാറ്റിവെച്ച് വിഷയങ്ങൾ കൃത്യമായി കൊണ്ട് പഠിച്ച് നമ്മൾ ഉൾക്കൊണ്ട വിശ്വാസത്തിൽ എവിടെയും ഒരു ശിർക്കോ ബിദ്അത്തോ കലർന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് ഉറപ്പ് വരുത്തിക്കൂടി. ഇത് അവനവന്റെ പരലോകത്തിന് വേണ്ടി പറയുന്നതാണ്. ഈ പെടാപ്പാടും ഈ നോമ്പും നിസ്കാരം തറാവിയും സ്വക്കാത്തൊക്കെ എന്ത് ശരിയാകണമെന്നുണ്ടെങ്കിലേ അതിനെന്തെങ്കിലൊക്കെ നാളെ പരലോകത്ത് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ശിർക്കിൽ നിന്ന് മുക്തമാകണം, തൗഹീദിൽ നിന്ന് മുക്തമാകണം. അതില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയേറെ ഷാർപ്പായി കൊണ്ട് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചാലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബറിലേക്ക് ഉറപ്പായി കൊണ്ട് വരും എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നതാണല്ലോ ഈ സ്വതക്കത്തും ജാരിയ എന്ന് പറയുന്നത് അല്ലേ? സ്വതക്കത്തും ജാരിയ എന്ന് പറയുന്നതാണ്. നമ്മൾ ഖബറിൽ കൊണ്ട് ഇറക്കി വെച്ചാൽ അവിടത്തേക്ക് വരും. ആ നന്മ ഭൂമിലോകത്തുള്ളിടത്തോളം കാലം. അതുകൊണ്ട് നമ്മളൊക്കെ സ്വതക്ക കൊടുക്കുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിന് കൊടുക്കുന്നു എന്നുള്ളത്. നമ്മൾ കൊടുക്കുന്നത് ഇൻഷാ അല്ലാഹ് മരിച്ചാലും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു വിഭവത്തിൽ കൂടെയാകണം. ആ നിലക്ക് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഉറപ്പുള്ള കേസാണ്, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ
അതിന് നമ്മൾ എന്തെങ്കിലും ഒരു 10 നമ്മൾ കൊടുത്തിട്ടുണ്ടോ അത് നമുക്ക് മരിച്ചാലും കിട്ടുമെന്ന് ഉറപ്പാണ്. ആ രംഗത്ത് എല്ലാ റമദാനുകളിലും നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ മലപ്പുറം മിനിയൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ജാമിഅൽ ഹിന്ദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം. 700ഓളം കുട്ടികളാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമായി കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 700ഓളം കുട്ടികൾ പരിപൂർണമായി കൊണ്ട് ഫ്രീ ആണ്. നമ്മുടെ ശാഖയിൽ നിന്ന് പോലും അവിടെ പഠിക്കുന്ന മക്കളുണ്ട് അല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ ഒരു 10-12 കൊല്ലായി ആ സ്ഥാപനം വന്നിട്ട് ഇതിനോടകം 100 ചില്ലാനും വരുന്ന ഖത്തീബുമാരെ സൃഷ്ടിച്ചു. ഈ ഉള്ളവനടക്കം അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളാണ് അല്ലേ. ഇപ്പൊ നമ്മളൊരു ഫത്വ അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കൂലി അന്ന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് സഹായിച്ച ആളുകൾ കിട്ടൂലേ അല്ലേ. ഇതുപോലെ 10, 150, 200ഓളം മക്കൾ ഖുത്ബ ഓരോ വെള്ളിയാഴ്ചകളിൽ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് മിമ്പറുകളിൽ അവിടെ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവിന്റെ ദീൻ ദഅവ രംഗത്തൊക്കെ അവർ സജീവമാണ്. ഒരുപാട് ഹാഫിളുകളുണ്ട് അൽഹംദുലില്ലാ. പെൺകുട്ടികൾക്ക് നമ്മൾ തുടങ്ങി ഏകദേശം 5ാമത്തെ വർഷത്തിലേക്ക് അത് കടക്കാൻ നിൽക്കുകയാണ്. നല്ലൊരു കുടുംബിനികളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നല്ല സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങി ഒരു ആണിനെ ഇറങ്ങിച്ചെന്ന് ദഅവ നടത്താൻ കുറെ പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾക്കിടയിലേക്ക് അവർ തന്നെ ഇറങ്ങി അവർക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ലൊരു കുടുംബത്തെ നമ്മൾ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യം ഒക്കെ വെച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പെൺകുട്ടികൾക്ക് കൂടെ അതിന് സംരംഭം തുടങ്ങിയിട്ടുള്ള. സുഹൃത്തുക്കളെ, എന്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കവറിൽ ഉണ്ടാകുമെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് ബോധ്യപ്പെട്ടവർ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വതക്ക നമ്മൾ ആ ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പള്ളിക്ക് പുറത്തുള്ള ഇന്ന് നമ്മുടെ റമദാൻ കളക്ഷനിൽ സുഹൃത്തുക്കളെ നമ്മുടെ കവർ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സംഭാവനകൾ കൊടുക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു മാസം 6000 രൂപയാണ് ചെലവ്. അങ്ങനത്തെ 700 കുട്ടികൾ ഫ്രീ ആയിക്കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞ ഉറപ്പിടത്തി ആലോചിക്കും. ഒരു ദിവസം 2 സ്ഥാപനം നടന്നു പോകണമെങ്കിൽ ഏകദേശം 1,40,000 രൂപ വേണം ഒരു ദിവസം. ഒരു മാസം 40 ലക്ഷത്തിന് പുറത്ത് രൂപ നമുക്ക് ആവശ്യമാണ്. ഒരു കൊല്ലം ഏകദേശം 5 കോടി രൂപ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട്. 10-12 കൊല്ലമായിട്ട് കൊടുത്തത്. എന്തിനാ അതൊക്കെ ആരെ കൊടുത്തത്? ഇതൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മൾ കൊടുക്കുന്നൊരു ചെറുതായിരിക്കും. പക്ഷെ എല്ലാവരും പാടെ അതിന് താങ്ങുമ്പോൾ അത് മതപരമായ ഒരു ബാധ്യതയാണെന്ന് കൂടെ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഉള്ളതിൽ നിന്നും കഴിവിന്റെ പരമായ നല്ലൊരു സംഖ്യ ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നീക്കി വെക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോട് പോലെ സൂചിപ്പിക്കുവാനുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ നിർവഹിക്കുന്ന എല്ലാവിധ നന്മകളും സുഹൃത്തുക്കളെ നമ്മൾ മറന്നാലും രേഖകളിൽ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ നമ്മൾ എത്ര കൊടുത്തത് പോലെ നമുക്ക് ഒരു പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ റെക്കാർഡിലുണ്ട്. അതൊന്നും എവിടെയും പോകൂല. അതൊക്കെ നമുക്കുള്ള മൂലധനമായി കൊണ്ട് ഇൻഷാ അല്ലാഹ് കബറിൽ തിരിച്ചു കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ചില വാർത്തകളുണ്ട്. ആരുടെയും പക്ഷം നമ്മൾ ചേരണ്ട. നമുക്ക് കിട്ടുന്ന ഡാറ്റകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. വാർത്തകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇന്നവരാണ് ശരി, ഇന്നത് തെറ്റൊന്നും നമ്മൾ പറയാനൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ കുറേ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കളൊക്കെ അത്തരം നാടുകളിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ ജീവിക്കുന്ന രംഗാലിച്ചു. ഒരു മിസൈൽ ഇങ്ങനെ പറക്കണത് റൂമിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഭീതി എത്രയാണ് അല്ലെ. ഒരു മിസൈൽ ഇങ്ങനെ പറക്കണത് എവിടെ പോയി പതിക്കും, അതെന്റെ വീട്ടിൽ വന്ന് പതിക്കുന്ന അറിയാത്തൊരു സാഹചര്യം എത്ര ഭീതിജനകമാണ് സുഹൃത്തുക്കളെ. ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു സ്വസ്ഥ സമാധാനമല്ലേ അത് കെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടാകാന്ന് പറഞ്ഞ് എത്ര പ്രയാസം ഉണ്ടാക്കുന്ന ആലോചിക്കുമെങ്കിൽ അവരുടെ ആരാധനകളെ പോലും ഇത് ബാധിക്കില്ല. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ശത്രു ആരാകട്ടെ, നേരിനെതിരെ നിൽക്കുന്നത് ആരാകട്ടെ, അക്രമികൾ ആരാകട്ടെ, അള്ളാഹുവിന്റെ മുമ്പിൽ ആരാണോ അധികാരികൾ, അവരെ നിലം പരിശാക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബിന്റെ അർശിന് മുകളിലൊന്നല്ല മിസൈലുകൾ നമ്മൾ നല്ലോണം ആലോചിക്കണം. അതെല്ലാം റബ്ബിന്റെ അർശിന് കീഴെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഒരു നിയ്യത്ത്, നമ്മുടെ തവക്കുൽ എന്ന് പറഞ്ഞ റഹ്മാനായ റബ്ബിനെ നമ്മുടെ അവലംബം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നത് കൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. ഓരോ രംഗത്തും ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ
തൗഫീഖായ വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10, ആ 10ന്റെ പോരിശ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. റഹ്മാനായ റബ്ബ് അതിനനുസരിച്ച് അതിന് ഉപയോഗപ്പെടുത്താനുള്ള എല്ലാവിധ തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാളിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ അനർത്ഥങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. നന്മകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. എല്ലാവിധ നന്മകളിലേക്കും ഒരു നല്ല തുറവിയുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.